പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവിൻ്റെ അതിപരിശുദ്ധമായ തിരുനാമം ഈ അനുഗ്രഹിക്കപ്പെട്ട പ്രഭാതത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമുക്ക് ഒരുമിച്ച് 2020 ഡിസംബർ മാസം 21 തീയതി നമ്മുടെ പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും 11 ദിവസം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുവാൻ സർവശക്തനായ നമ്മുടെ പിതാവ് നമുക്ക് ഒരുക്കി തന്നിരിക്കുന്ന നല്ല അവസരങ്ങൾക്കായിട്ട് നമുക്ക് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ കർത്താവിന് സ്തോത്രം ചെയ്യാം. കരങ്ങളൊക്കെ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഒന്നുകൂടെ ശബ്ദമുയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ നമ്മുടെ കർത്താവ് നമ്മളെ കാത്തു പരിപാലിച്ചു. കരങ്ങൾ ഉയർത്തി കർത്താവിന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം 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 സ്തോത്രം. രാത്രി നമുക്ക് നല്ല ഉറക്കം തന്നു, അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞേ സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം പിതാവേ, സ്തോത്രം. നമ്മളെ ഈ പ്രഭാതത്തിൽ ആരോഗ്യത്തോടെ സൗഖ്യത്തോടെ ഉണർത്തിയ പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം പറഞ്ഞാണ്ട് ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം 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 സ്തോത്രം. യഹോവ നല്ലവനല്ലോ, അങ്ങയുടെ ദയ എന്നേക്കുമുള്ളത്. ഉറക്കെ വിളിച്ച് പറഞ്ഞാട്ടെ, എൻ്റെ കർത്താവ് നല്ലവനാ, എൻ്റെ കർത്താവിൻ്റെ ദയ എന്നേക്കുമുള്ളത്. അതേ പ്രിയപ്പെട്ടവരെ, ആ കർത്താവിൻ്റെ ദയക്കായിട്ട് നമുക്ക് ഈ പ്രഭാതത്തിൽ സ്തോത്രം ചെയ്യാം. ഓരോ പ്രഭാതത്തിലും അവൻ്റെ ദയ, കർത്താവിൻ്റെ ദയ പുതുക്കി തരുന്നതോർത്ത്, പുതുക്കി തരുന്നതോർത്ത്, റിന്യൂ ചെയ്ത് തരുന്നതോർത്ത് നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. നാം ജീവനോടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ, നാം മുടിഞ്ഞു പോകാത്തത് ദൈവത്തിൻ്റെ കൃപയാ, നമ്മൾ അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കൃപയാ. അതോർത്ത് സന്തോഷമുള്ള ഹൃദയത്തോടെ വേണം കർത്താവിന് സ്തോത്രം ചെയ്യാൻ കേട്ടോ. സങ്കീർത്തനക്കാരൻ 106 സങ്കീർത്തനത്തിൽ അവൻ ഇങ്ങനെ പറയുന്നു, യഹോവയെ സ്തുതിപ്പീൻ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവയുടെ വീര്യപ്രവൃത്തികളെ ആർ വർണ്ണിക്കും, യഹോവയുടെ സ്തുതിയൊക്കെയും ആർ വിവരിക്കും. ഹല്ലേലൂയ. അതിൻ്റെ 4 ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു, യഹോവയെ അങ്ങ് തിരഞ്ഞെടുത്തവരുടെ നന്മ ഞാൻ കാണേണ്ടതിനും, ആമേൻ, അങ്ങയുടെ ജനത്തിൻ്റെ സന്തോഷത്തിൽ സന്തോഷിക്കേണ്ടതിനും, അങ്ങയുടെ അവകാശത്തോടുകൂടെ പുകഴേണ്ടതിനും, അങ്ങയുടെ ജനത്തോടുള്ള കടാക്ഷപ്രകാരം എന്നെ ഓർത്ത് അങ്ങ് രക്ഷിക്കൊണ്ട് എന്നെ സന്ദർശിക്കണമേ, അങ്ങയുടെ രക്ഷ കൊണ്ട് എന്നെ സന്ദർശിക്കണമേ. അതിൻ്റെ 47 ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, ഞങ്ങളുടെ ദൈവമായ യഹോവയെ ഞങ്ങളെ രക്ഷിക്കണമേ, അങ്ങയുടെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാനും അങ്ങയുടെ സ്തുതിയിൽ പ്രശംസിപ്പാനും ജാതികളുടെ ഇടയിൽ നിന്ന് ഞങ്ങളെ ശേഖരിക്കണമേ. എന്തിനു വേണ്ടിയാണ് നമ്മളെ ശേഖരിച്ചിരിക്കുന്നത്? അങ്ങയുടെ കർത്താവിൻ്റെ വിശുദ്ധ നാമത്തിന് സ്തോത്രം ചെയ്യുവാൻ, ഹല്ലേലൂയ, കർത്താവിൻ്റെ സ്തുതിയിൽ പ്രശംസിപ്പാൻ ജാതികളുടെ ഇടയിൽ നമ്മളെ ശേഖരിച്ചിരിക്കുക കേട്ടോ. അതിനായിട്ട് കർത്താവിന് സ്തോത്രം പറഞ്ഞാണ്ട് നമുക്ക് ഒരുമിച്ച് കർത്താവിന് നന്ദി പറയാം. എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കാൻ പോവുക. നമ്മൾ വിവിധ സ്ഥലങ്ങളിൽ വിവിധ ടൈം സോണുകളിലായിരിക്കുന്നെങ്കിലും ഈ പ്രാർത്ഥനയുടെയും ഈ ഉപവാസത്തിൻ്റെയും 11 പ്രഭാതത്തിൽ നമ്മൾ ഒരു ഹൃദയത്തോടെ ഏക മനസ്സോടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വരിക. ആമേൻ. നമ്മൾ ഒരുമനപ്പെട്ട് കർത്താവിൻ്റെ അടുക്കലേക്ക് ചെല്ലുമ്പോൾ കർത്താവ് നമ്മുടെ കാര്യങ്ങളിൽ പെട്ടെന്ന് നീക്കുപോക്കുകൾ കൽപ്പിക്കുന്നത്, വിഷയങ്ങളിൽ പെട്ടെന്ന് മറുപടികൾ വരുന്നത്. അതുകൊണ്ട് നമുക്ക് ഒരുമനപ്പെട്ട് ഏക ഹൃദയത്തോടെ പ്രാർത്ഥിക്കുക. എല്ലാവരുടെ കണ്ണുകൾ അടച്ചു പിടിച്ചാട്ടെ. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഈ പ്രഭാതത്തിനായിട്ട് സ്തോത്രം പറയുന്നു. രാത്രിയിൽ ഞങ്ങൾക്ക് തന്ന നല്ല ഉറക്കത്തിനായിട്ട് സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഉണരുവാൻ പിതാവ് ഞങ്ങൾക്ക് അവസരം തന്നിരിക്കുന്നതിനായിട്ട് ഞങ്ങൾ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. കഴിഞ്ഞ പകൽക്കാലം മുഴുവൻ ഞങ്ങളെ കാത്തുപരിപാലിച്ച കൃപകൾക്ക് സ്തോത്രം. എല്ലാവരും ചേർന്ന് സ്തോത്രം പറ. സ്തോത്രം പിതാവേ, സ്തോത്രം. രാത്രി ഞങ്ങൾക്ക് നല്ല ഉറക്കം തന്നതിന് സ്തോത്രം പിതാവേ, സ്തോത്രം. ഈ പ്രഭാതത്തിൽ ഞങ്ങളെ ഉണർത്തിയ കൃപകൾക്കായി സ്തോത്രം. അപ്പാ, ഈ പകൽക്കാലം അങ്ങ് ഞങ്ങളെ ജയകരമായി നടത്തുന്ന കൃപകൾക്കായി സ്തോത്രം പിതാവെ. ഒരുമിച്ച് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ഓരോ മക്കളെയും അങ്ങയുടെ കൈകളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരെയും അപ്പ അനുഗ്രഹിക്കണമേ. അവരുടെ ആവശ്യങ്ങൾ അങ്ങയുടെ കൃപ കൂടെ ഇരിക്കണമേ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഇവരെ അനുഗ്രഹിക്കുന്നു. ഇവരുടെ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ ജോലി സ്ഥലം അനുഗ്രഹിക്കപ്പെടട്ടെ, ഇവരുടെ കർത്താവെ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, ഭാവി അനുഗ്രഹിക്കപ്പെടട്ടെ. നന്മ കൊണ്ടും അവൻ ജീവിതത്തിൽ ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം കൊണ്ടും ഇവരുടെ ജീവിതം നിറയപ്പെടുന്നതിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവായ യേശുക്രിസ്തുവിന്റെ രക്തം കൊണ്ട് അവൻ മുദ്ര വെച്ച് പ്രാർത്ഥിക്കുന്നു. അനർത്ഥങ്ങൾ, അപകടങ്ങൾ, രോഗങ്ങൾ, ദുഃഖങ്ങളിൽ നിന്ന് നിന്റെ കുഞ്ഞുങ്ങളെ വിടുവിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. തിരുരക്തത്തിന് മറവിലാക്കണം. ആമേൻ. അത്ഭുതകരമായി സൂക്ഷിക്കുന്നതിനായിട്ട് സ്തോത്രം. രോഗികളായിരിക്കുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. പരിപൂർണ്ണ സൗഖ്യം യേശുവിന്റെ നാമത്തിൽ രോഗികളുടെ മേൽ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് തലയുടെ പുറഭാഗത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ ഇന്ന് പകൽക്കാലം യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. മിന്നൽ പോലെ വേദന തോന്നുന്നവർ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. തലയ്ക്ക് സ്വസ്ഥത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ എല്ലാ സ്വസ്ഥതകളും തലയ്ക്കകത്തുനിന്ന് മാറിപ്പോട്ടെ. പൂർണ്ണ സ്വാതന്ത്ര്യം, പൂർണ്ണ സൗഖ്യം ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ കൽപ്പിക്കുന്നു. അങ്ങ് കൊടുത്തിരിക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം, നന്ദിയോടെ സ്തോത്രം കർത്താവേ, നന്ദിയോടെ സ്തോത്രം. ഇന്ന് പകൽക്കാലം വേരിക്കോസ് വെയിനാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്വർഗത്തിനും ഭൂമിക്കും നാഥനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വേരിക്കോസ് വെയിൻ സൗഖ്യമാകട്ടെ. പ്രത്യേകിച്ച് ഇടത്തുകാലിൽ പിടഞ്ഞു കിടക്കുന്ന ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നിവർന്നു വരട്ടെ. ആ റെഡിഷായി കിടക്കുന്ന
ഞരമ്പുകൾ യേശുവിൻ്റെ നാമത്തിൽ നോർമൽ കളറായി മാറട്ടെ. കർത്താവെ, അങ്ങ് അത്ഭുതം ചെയ്തതിന് സ്തോത്രം. അങ്ങയുടെ നാമം അവിടെ ഉയർന്നിരിക്കുന്നതിന് സ്തോത്രം. കർത്താവെ, അതുപോലെ ജോലിയില്ലാത്തവർ, ആമേൻ, ബുദ്ധിമുട്ടിൽ, ആമേൻ, സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെ പോകുന്നവരെയൊക്കെ നിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കും. ഇന്ന് പ്രഭാതി വഴി തുറക്കുന്ന ദൈവം അങ്ങാകിയാൽ സ്തോത്രം. തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വഴി തുറന്ന് കൊടുത്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. കൊറോണയാൽ ഭാരപ്പെടുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വസ്ഥത അനുഭവിക്കട്ടെ, വേഗത്തിൽ സൗഖ്യമാകട്ടെ, ലങ്സുകൾ വേഗത്തിൽ ക്ലിയർ ആകട്ടെ, ആരോഗ്യം മടങ്ങി വരട്ടെ, സ്വസ്ഥത വരട്ടെ. കർത്താവ് അത്ഭുതം ചെയ്തിരിക്കുന്നതിനായിട്ട് സ്തോത്രം. അതുപോലെ കർത്താവെ, കുടുംബജീവിതത്തിൽ സമാധാനമില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അങ്ങ് സമാധാനം പ്രഭു ആകിയാൽ സ്തോത്രം. അങ്ങ് കൊടുക്കുന്ന സമാധാനത്തിനായിട്ട് സ്തോത്രം. ഈ പകൽക്കാലം ഞങ്ങൾക്ക് ജയം തന്നിരിക്കുന്നതിനായി സ്തോത്രം. അങ്ങ് ഞങ്ങളെ കൈപിടിച്ച് നടത്തുന്നതിനായിട്ട് സ്തോത്രം. അങ്ങയുടെ ചിറകിൻ്റെ മറവിൽ ഞങ്ങളെ ഒളിപ്പിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപയും കർത്താവിൻ്റെ വലിയ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിച്ച് പെരുമാറാകട്ടെ. കർത്താവിൻ്റെ കൃപയിൽ ഈ 11ാമത്തെ ദിവസത്തിലേക്ക് കർത്താവ് നമ്മളെ എത്തിച്ചിരിക്കുന്നു. ഇന്ന് നമുക്ക് വായിക്കാനുള്ള വേദഭാഗം ലൂക്കോസിൻ്റെ സുവിശേഷം 1 മുതൽ 4 വരെ, അപ്പോസ്തലപ്രവൃത്തി 14 15, ഫിലിപ്പിയ ലേഖനം 1 മുതൽ 4 വരെ, കൊലോസ്യ ലേഖനം 1 മുതൽ 4 വരെ, വെളിപ്പാട് പുസ്തകം 11. ഇതെല്ലാം ചെറിയ ചെറിയ അധ്യായങ്ങളാണ് കേട്ടോ. ആമേൻ. അതുകൊണ്ട് എല്ലാവരും തക്ക സമയത്ത് ബൈബിൾ വായിക്കണം. രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് ഇന്നത്തെ ഡെയിലി പോർഷൻ വായിച്ച് തീർത്തിട്ടേ കിടന്നുറങ്ങാവുള്ളൂ കേട്ടോ. പിന്നെ പ്രാർത്ഥനയും ഉപവാസമാണെന്നുള്ള കാര്യം മറന്നു പോകരുത്. പകൽക്കാലം ആമേൻ അനാവശ്യമായ കാര്യങ്ങളിലൊന്നും ഇടപെടാതെ ആമേൻ കൂടുതൽ സമയം കർത്താവിനെ ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും ഒക്കെ സമയം കണ്ടെത്തിയാൽ അത് ഈ പ്രാർത്ഥനയ്ക്കും ഉപവാസത്തിലും നിങ്ങളുടെ ജീവിതത്തിൽ വൻ കാര്യങ്ങളെ ചെയ്യുവാൻ സാധിക്കും. അതുകൊണ്ട് കൂടുതൽ സമയം പ്രാർത്ഥിക്കണം, കൂടുതൽ സമയം ഉപവസിക്കണം. ഉപവസിക്കുക എന്ന് പറഞ്ഞ് കൂടുതൽ സമയം കർത്താവിനോട് കൂടെ ഇരിക്കണം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. ഇന്ന് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത് സഭാപ്രസംഗയുടെ പുസ്തകം 8-ാം അധ്യായം അതിൻ്റെ 11ാമത്തെ വാക്യം 8:11. അവിടെ ഇങ്ങനെ പറയുന്നത്, ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഭയങ്കര ചിന്തിക്കേണ്ട ഒരു വാക്യമാണ്. അതായത് ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷാവിധി തൽക്ഷണം നടക്കായിക കൊണ്ട്, ഓൺ സ്പോട്ടിൽ നടക്കായിക കൊണ്ട് മനുഷ്യർ ദോഷം ചെയ്യുവാൻ ധൈര്യപ്പെടുന്നു. ഉദാഹരണം പറഞ്ഞാൽ ഇങ്ങനെ പറയാം. സാധാരണ നമ്മുടെ മനുഷ്യരെ നോക്കുമ്പോഴേ അവർ ശിക്ഷിക്കപ്പെടുവാൻ അർഹമായ തെറ്റായ പ്രവൃത്തികളിൽ ഏർപ്പെടുകയും ശിക്ഷ നടക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ആ തെറ്റ് ചെയ്തതിൻ്റെതായ യാതൊരു പരിണത ഫലങ്ങളും കൂടാതെ അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഈ ചെയ്ത ദുഷ്പ്രവൃത്തികൾ വീണ്ടും കൂടുതൽ ചെയ്യുവാൻ കഴിയുമെന്നും, അല്ലെങ്കിൽ കഴിയാനുള്ള പ്രേരണ അവർക്ക് ലഭിക്കുന്നു. കൂടുതൽ ചെയ്യുവാൻ അവർക്ക് കൂടുതൽ ധൈര്യം കിട്ടുന്നു. അല്ലെങ്കിൽ നിയമം അവരെ ശിക്ഷിക്കാതിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ദുഷ്പ്രവൃത്തികൾ ചെയ്യുമ്പോൾ അതിനകത്ത് യാതൊരു പ്രശ്നവും അവർക്ക് അനുഭവിക്കാതിരിക്കുമ്പോൾ എന്തുപറ്റും? അത് കൂടുതൽ ചെയ്യുവാനുള്ള പ്രവണതയുണ്ടാകുന്നു. വേറൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, ഇപ്പം ദൈവപൈതലായ ഒരാൾ ഒരു രഹസ്യപാപം ചെയ്തു, ആരും അറിയാതിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ ആ ചർച്ചിൽ വന്ന് പ്രസംഗം കേൾക്കുന്നത്. അപ്പോൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന ഉപദേശി പറഞ്ഞു, നിങ്ങൾ രഹസ്യത്തിൽ ചെയ്ത പാപങ്ങളെല്ലാം കർത്താവ് പരസ്യത്തിലാക്കും, കർത്താവ് ശിക്ഷിക്കുമെന്നൊക്കെ പറയുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു ഭയവും ഒരു വിറയലും ഒക്കെ ഉണ്ടാകും. പിന്നെ ഇദ്ദേഹം തീരുമാനിക്കും, ഇനി ഞാൻ പാപം ചെയ്യത്തില്ലെന്നൊക്കെ ചിന്തിക്കും. പക്ഷേ ഇത് കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് ഇത് പരസ്യപ്പെടുത്താനോ അല്ലെങ്കിൽ ഇതിൻ്റെ പേരിൽ ഒരു ശിക്ഷ കൊടുക്കാനോ കർത്താവ് തയ്യാറാകാതിരിക്കുമ്പോൾ ആമേൻ എന്തു പറ്റുന്നു? വീണ്ടും പാപം ചെയ്യുന്നു ദൈവമക്കൾ. അത് ദൈവത്തിൻ്റെ കരുണയാലാണ് ഈ പാപം വെളിപ്പെടുത്താതെ പോയതും അതിന് ശിക്ഷ വരാതിരുന്നതും. പക്ഷെ അത് മനസ്സിലാക്കാതെ ദൈവത്തിൻ്റെ കരുണയെ മിസ്യൂസ് ചെയ്യുമ്പോൾ പ്രിയപ്പെട്ടവരെ അത് വീണ്ടും വീണ്ടും പാപത്തിലേക്ക് പോകാൻ ഇടവരികയാണ്. സങ്കീർത്തനക്കാരൻ പറയുന്നു, 108-ാം സങ്കീർത്തനങ്ങളിൽ പറയുന്ന 4-ാം ഭാഗത്ത്, 108-ാം സങ്കീർത്തനം 4-ാം വാക്യം, നിന്റെ ദയ ആകാശത്തിന് മീതെ വലുതാകുന്നു, നിന്റെ വിശ്വസ്തത മേഘങ്ങളോളം എത്തുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ ദയ നമ്മളോടുള്ളത് വലുതാണ്. അപ്പോൾ ആ ദയ കാരണമാണ് നമ്മൾ ശിക്ഷിക്കപ്പെടാതെ പോകുന്നത്. ആ ദയ കാരണമാണ് നമ്മൾ ആമേൻ പരസ്യകോലമാകാതിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത് നമ്മൾ ഈ ദിവസങ്ങളിൽ തിരിച്ചറിഞ്ഞ് ഹല്ലേലൂയ, നമ്മുടെ ഓരോ ദിവസവും ഇന്ന് പ്രഭാതത്തിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ നമ്മളോട് ദൈവാത്മാവ് വീണ്ടും പറയുക, മോനെ വീണ്ടും പാപത്തിലേക്ക് പോകരുത്. നീ ആ പാപം ചെയ്തു, അതുകൊണ്ട് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ കൈക്കൂലി മേടിച്ചത് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ കള്ളത്തരം കാണിച്ചത് ആരും അറിഞ്ഞില്ല, അല്ലെങ്കിൽ ആ ഒരു പ്രവൃത്തി ചെയ്ത് ആരും അറിഞ്ഞില്ല എന്ന് വിചാരിച്ച് വീണ്ടും പാപത്തിലേക്ക് പോകരുതെന്നുള്ള ഒരു വാണിംഗ് ആണ്
ഈ പ്രഭാതത്തിൽ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത്. കാരണം നമ്മൾ വിചാരിക്കും, എൻ്റെ കുറ്റം തെളിഞ്ഞ് വെളിപ്പായി തീർന്നില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ, എന്നാൽ പിന്നെ വീണ്ടും ചെയ്യാം എന്നൊരു ചിന്ത ഒരു ദൈവ പൈതലിൻ്റെ ഉള്ളിൽ ഉണ്ടാകരുത്. സദൃശവാക്യം 29:1 ഇങ്ങനെ പറയുന്നത്, കൂടെ കൂടെ ശാസന കേട്ടിട്ടും ശാഠ്യം കാണിക്കുന്നവൻ നീക്കുപോക്കില്ലാതെ പെട്ടെന്ന് നശിച്ചു പോകും. അപ്പോൾ ഒരു കാര്യം ഓർത്തോണം, നിരന്തരം ഇപ്പം ഇന്ന് പ്രഭാതത്തിൽ കർത്താവ് വാണിങ്ങി തരികയാണ്. അവൻ രഹസ്യപാപങ്ങൾ ഒഴിവാക്കണം. അവൻ ആരും കാണുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് ദൈവം കാണാതിരിക്കുന്നു, ദൈവവും കണ്ണടച്ചിരിക്കുന്നു എന്ന് വിചാരിക്കരുത്. ഒരുപക്ഷെ മനുഷ്യൻ കണ്ടില്ലായിരിക്കാം, പ്രിയപ്പെട്ടവർ കണ്ടില്ലായിരിക്കാം, പക്ഷെ കർത്താവിൻ്റെ കൃപയാൽ കർത്താവ് അനങ്ങാതിരിക്കുന്നു എന്ന് മനസ്സിലാക്കി ഇന്ന് പ്രഭാതത്തിൽ ഈ സന്ദേശം കേൾക്കുമ്പോൾ നമുക്കൊരു തിരിച്ചറിവ് വേണം. കർത്താവ് എന്നോടാ സംസാരിക്കുന്നത്. ഞാൻ ആ രഹസ്യത്തിൽ ചെയ്യുന്നത് കാണുന്നത് കൊണ്ടാണ് എന്നോടിത് പറയുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ദുഷ്പ്രവൃത്തിക്കുള്ള ശിക്ഷ വരുന്നില്ലല്ലോ എന്ന് വിചാരിച്ച് വീണ്ടും പാപം ചെയ്യാതെ ഇന്ന് പകൽക്കാലം മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകൽ പ്രാപിച്ചു കർത്താവിനോട് പറയണം, ലംഘനം മറച്ചു വെക്കുന്നവനല്ല ശുഭം വരുന്നത്, ലംഘനം ഏറ്റു പറഞ്ഞ് ഉപേക്ഷിക്കുന്നവനാണ് ശുഭം വരുന്നത്, അല്ലെങ്കിൽ അഭിവൃദ്ധി ഉണ്ടാകുന്നത്, നന്മയുണ്ടാകുന്നത്. അതുകൊണ്ട് കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ 11ാമത്തെ ദിവസം ഞാനൊരു തീരുമാനമെടുക്കുക. അങ്ങനെ രഹസ്യമായി ഞാൻ കൊണ്ടു നടന്നിരുന്ന പലതും ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു. ഇനി ഞാനത് ചെയ്യത്തില്ല, ആ സ്വഭാവത്തിലേക്ക് ഞാൻ പോകത്തില്ല എന്നൊരു തീരുമാനമെടുക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ആഹ്വാനം ചെയ്യുക. എത്ര പേർക്ക് ഹല്ലേലൂയ ഇന്ന് പകൽക്കാലം അങ്ങനെ ഒരു തീരുമാനം എടുക്കുവാൻ കഴിയും? പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം പുതിയ നിയമകാലത്തിൽ അനന്യാസിൻ്റെയും സഫീറയുടെയും കാലഘട്ടം അറിയാം. അവരൊരു ദുഷ്പ്രവൃത്തി ചെയ്തിട്ട് അപ്പോസ്തലന്റെ മുൻപിൽ വന്നപ്പോൾ പെട്ടെന്ന് തന്നെയാണ് വരമ്പത്ത് വെച്ച് കൂലി കിട്ടിയതുപോലെ ആയിപ്പോയി. പെട്ടെന്ന് തന്നെ എന്നെ കിട്ടി, അതിൻ്റെ ശിക്ഷ കിട്ടി. അത് ജനത്തിനിടയിൽ ഭീതിയായി. എന്നാൽ ഇന്ന് കർത്താവിൻ്റെ ദയ വലുതായതുകൊണ്ടും കർത്താവ് നമ്മളോട് മനസ്സലിവോടെ നോക്കി നിൽക്കുന്നത് കൊണ്ടും ഹല്ലേലൂയ പലപ്പോഴും പലതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞു പോവുകയാണ്. എന്നാൽ കർത്താവിൻ്റെ ദയയെ അലക്ഷ്യമായി കാണാതെ, കർത്താവിൻ്റെ നമ്മളോടുള്ള സ്നേഹത്തെ അതിനെ നിന്ദ്യമായി കാണാതെ ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുക്കണം. ഞാനിനിയും പാപത്തിലേക്ക് പോകത്തില്ല. ഈ 11ാമത്തെ ദിവസം ഞാൻ തീരുമാനിക്കുന്നു, ഞാനിനിയും പാപത്തിലേക്ക് പോകത്തില്ല. അയ്യോ, അവരാരും കണ്ടില്ലല്ലോ, അവരാരും അറിഞ്ഞില്ലല്ലോ, ഉപദേശി അറിഞ്ഞില്ലല്ലോ, വീട്ടുകാരറിഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് ഡോണ്ട് റിപ്പീറ്റ് ഇറ്റ്. വീണ്ടും അതിൻ്റെ പുറകെ പോകരുത്. അവസാനം അത് നിന്നെ കാർന്ന് തിന്നുന്നൊരു ദിവസം വരും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം ഒരു തീരുമാനമെടുത്താട്ടെ. ഞാൻ എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ നിഷ്കളങ്കനായി, നീതിമാനായി, ജീവിത വിശുദ്ധിയോടെ ജീവിക്കും. നീതി ഫലം കായ്ച്ച് ജീവിക്കും എന്നൊരു തീരുമാനമെടുക്കണം. അതാണ് പത്രോസിന്റെ ലേഖനത്തിൽ പറഞ്ഞ്, ദോഷം വിട്ടകന്ന് ഗുണം ചെയ്യുക. 1 പത്രോസ് 3:11. സമാധാനം അന്വേഷിച്ച് പിന്തുടരുക. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? ദോഷം വിട്ടകലണം. എന്നിട്ട് എന്ത് ചെയ്യണം? ഗുണം ചെയ്യുന്നവരായിത്തീരും. ദൈവിക സ്വഭാവത്തിൻ്റെ പ്രതിഫലനം നമ്മളിൽ ഉണ്ടാകണം. യേശു എന്ത് ചെയ്യുന്നു അതല്ലാതെ നമ്മളൊന്നും ചെയ്യാൻ പാടില്ല. യേശു ചെയ്യാത്തത് നമ്മൾ ചെയ്യാൻ പാടില്ല. യേശു പറയാത്തത് നമ്മൾ പറയാൻ പാടില്ല. യേശുവിൻ്റെ ഇഷ്ടമില്ലാത്തത് അല്ലെങ്കിൽ യേശുവിനെ വേദനിപ്പിക്കുന്നത് നമ്മൾ ചെയ്യരുത്. അതുകൊണ്ട് ഇന്ന് പ്രഭാതത്തിൽ ഒരു തീരുമാനമെടുക്കുക. ഞാൻ എന്ത് ചെയ്യും? ഞാൻ ദോഷം വിട്ടകന്ന് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. സമാധാനം അന്വേഷിക്കാൻ പിന്തുടരും. അങ്ങനൊരു തീരുമാനമെടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവേ, ഞങ്ങൾ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഈ പ്രഭാതത്തിൽ അങ്ങ് ഞങ്ങൾക്ക് തന്ന വാണിങ്ങിനെ സ്വീകരിക്കുന്നു. കർത്താവെ, ഞങ്ങളുടെ ജീവിതത്തിൽ രഹസ്യമായി ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്ന എല്ലാ കുറവുകളെയും ക്രിസ്തുയേശുവിൻ്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണമേ. മേലാൽ പാപം ചെയ്യാതെ കർത്താവെ നീതി ഫലം കായ്ക്കുന്നവരായി ഈ 11ാം ദിവസം മുന്നേറുവാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണം. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ കൃപയും സമാധാനവും വർദ്ധിച്ചു വരട്ടെ. മറക്കണ്ട, നമുക്ക് ഇന്ന് വൈകിട്ട് മീറ്റിംഗ് ഉണ്ട്. കഴിയുന്ന എല്ലാവരും തന്നെ ആ സൂം മീറ്റിങ്ങിൽ പങ്കെടുക്കുക. അത് ഈ അവസാന ദിവസങ്ങളിൽ, ഉപവാസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ, 2020 അവസാന ദിവസങ്ങളിൽ നമുക്കൊരു പുതിയ തുടക്കത്തിന് വേണ്ടി കർത്താവ് നമ്മളെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. അതുകൊണ്ട് അങ്ങനൊരു തീരുമാനത്തിൽ വൈകിട്ട് പങ്കെടുക്കുക. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വി ആർ ഷൈനിങ് ബൈ ദ പവർ ഓഫ് ഹോളി സ്പിരിറ്റ്. I am blessed. I am really blessed. I am permanently blessed in Christ.